ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് സീരീസിലെ ഫസ്റ്റ് വീഡിയോയാണ്. ലണ്ടനിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലെ ജനീവ എയർപോർട്ടിൽ വന്നിറങ്ങിയതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വളരെ ചെറിയ തിരക്കൊന്നുമില്ലാത്ത നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു എയർപോർട്ടാട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലെ എയർപോർട്ടിലാണ് നമ്മളുള്ളത്. ഇത് വലിയ ബിസി ആയിട്ടുള്ളൊരു എയർപോർട്ടല്ല, പക്ഷേ കൊള്ളാം. ചെറിയൊരു എയർപോർട്ടാണ്. അസസ് പർവ്വതങ്ങളൊക്കെ കണ്ടു. മഞ്ഞ് മേളിൽ കുറച്ച് മഞ്ഞേ ഉള്ളൂ, അധികം മഞ്ഞില്ല. നടക്കട്ടോ, ഏറ്റവും ലാസ്റ്റ് എല്ലാവരും പോയി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയാൽ നേരെ റെയിൽവേ സ്റ്റേഷനായി. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് നമ്മൾ ലൂസൈനിലേക്ക് പോകണം. അപ്പോൾ അത് എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ പിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാട്ടോ. എത്രയും പെട്ടെന്ന് ട്രെയിൻ പിടിക്കുക, എന്നിട്ട് ലൂസൈനിലേക്ക് പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ലൂസൈൻ എന്നും പറഞ്ഞ് നമ്മൾ ലസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയേക്കണേണ്. നല്ല അടിപൊളി ഒരു അബദ്ധം പറ്റി. ഇത് നമ്മുടെ മിസ്റ്റേക്കാണോ, ടിക്കറ്റ് തന്നുള്ള മിസ്റ്റേക്കാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. രണ്ടും ഏകദേശം പ്രൊനൗൺസ് ചെയ്യുന്ന ഒരേപോലെയാണ്. അതാ പറ്റിപ്പോയത്. ഞാനും ആലോചിച്ചായിരുന്നു ആദ്യം, പക്ഷേ എല്ലാം കഴിഞ്ഞു പോയി. എന്തായാലും ഇവിടെ നിന്ന് അടുത്ത ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ലൂസൈനിലേക്കുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സ്റ്റേഷൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ ഇനി ആരെങ്കിലും സ്വിറ്റ്സർലാൻഡിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനീവയിൽ ഇറങ്ങിയിട്ട് ലൂസേണിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ മാപ്പ് എടുത്ത് പേര് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റേഷൻ്റെ പേര് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ലൗസൈൻ. ഞാൻ ലൂസൈൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ലൗസൈൻ തന്നെ ടിക്കറ്റാണ് തരുന്നത്. ഇത് രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നത് ഏകദേശം ഒരേപോലെയാണ്. ഈ ലൗസൈൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ജനീവ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 3/4 മണിക്കൂർ ദൂരെയാണ്. ലൂസേൺ ഒരു 3.5 മണിക്കൂറോളം ദൂരെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ വന്ന ട്രെയിൻ ഇതാട്ടോ. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അടുത്ത ട്രെയിൻ വരും. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ട്രെയിനിൻ്റെ തന്നെ നമുക്ക് ചെക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പുള്ളിക്കാരത്തെ ടിക്കറ്റ് തന്നു. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അടുത്ത ട്രെയിനും വരുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. ഞാൻ കണ്ട സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ സ്വിറ്റ്സർലാൻഡിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ അങ്ങോട്ട് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഭംഗി പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ്. ശരിയാട്ടോ, ഒരു പരിധിവരെ എന്നല്ല, അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ പ്രകൃതിയെ അവർ സംരക്ഷിക്കുന്ന രീതിയാണ്. അതായത് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും കൊണ്ടുവന്നിട്ട് അത് പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാതെ കൊണ്ടുവന്നിരിക്കുന്നതും അത് പരിപാലിക്കുന്ന രീതിയും. അത് അമേസിങ് ആട്ടോ. അതിന് നമുക്ക് ഒന്നും പറയാനില്ല. അത് എക്സലൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ മെയിനായിട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ലേക്സും അതേപോലെ തന്നെ ഈ ലേക്കിനോട് ചുറ്റിപ്പറ്റിയുള്ള എന്താ പറയുക സിറ്റീസും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ ആട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ലൂസേൺ സിറ്റിയിൽ വന്നിറങ്ങിയ താണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഏകദേശം 3.5 മണിക്കൂറാണ് ജനീവയിൽ നിന്ന് ലൂസേണിലേക്ക് ട്രെയിനിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഈ ലൂസേൺ സിറ്റിക്കകത്ത് തന്നെയാണ്. ഏകദേശം സിറ്റിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതെന്നാണ് നമ്മൾ ഗൂഗിളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. നമ്മൾ ഒരു ട്രാം എടുത്ത് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഡേ പാസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഡേ പാസ് എടുത്ത് പോകാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ലൂസേണിലെ ഈ സ്റ്റേഷൻ ആക്ച്വലി വൺ ഓഫ് ദി എന്താ പറയുക ബിസിയസ്റ്റ് സ്റ്റേഷൻ ഇൻ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും. കാരണം ലൂസേൺ ആക്ച്വലി സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു സെൻറ്ററാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷനും കൂടിയാണിത്. നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള കണക്ഷൻ ട്രെയിൻസ് കിട്ടും. അതുമാത്രമല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേഷനും കൂടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് കാണാൻ പോകുന്നത്.
ചാപ്പൽ ബ്രിഡ്ജ്. ഇതാണ് സംഭവം. ഇത് ഓരോ സമയത്തും ഓരോ രീതിയാട്ടോ കാണാനായിട്ട്, ഓരോ ഭംഗിയാണ്. സമ്മർ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയും അങ്ങനത്തെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പൂക്കളും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പുറകിലത്തെ ആ മലയും ആ ഒരു മഞ്ഞൊക്കെ വീണ് നടക്കുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ. അടിപൊളിയാട്ടോ സംഭവം. ഇത് ഒരു ചരിത്ര സ്മാരകം കൂടിയാട്ടോ. ഇത് ഒരു തീപിടുത്തത്തിൽ ഇതിൻ്റെ നല്ലൊരു ഭാഗം കത്തി നശിച്ചു പോയതാണ്. പിന്നെ രണ്ടാമത് അവർ അത് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിന് എൻട്രി ചാർജ് ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളിയല്ലേ. ട്രാവൽ പാസ് വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു ബോട്ടാട്ടോ. ഇതൊരു 2 മണിക്കൂർ ഉള്ളൊരു ബോട്ടാണ്. അപ്പോൾ ട്രാവൽ പാസ് എടുത്തവർക്ക് ഇത് ഫ്രീ ആണ്. ലൂസേണിൽ നിന്നാണ് ഈ ബോട്ട് പോകുന്നത്. 2 മണിക്കൂർ. ഇതിൻ്റെ താഴത്തെ ഡെക്ക് സെക്കൻഡ് ക്ലാസ്സും മേളിലത്തെ ഡെക്ക് ഫസ്റ്റ് ക്ലാസ്സും ആട്ടോ. അതുകൊണ്ട് ഇതാണ് ബോട്ട് പോയിട്ടില്ല. പോകാനായിട്ടൊരു 10-12 മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 12 മിനിറ്റിനുള്ളിൽ ബോട്ട് പോകും. ഇതാണ് സിറ്റി. ഇന്ന് ചെറിയൊരു റെയിനി ആയിരുന്നു രാവിലെ, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, മഴയൊക്കെ മാറിയിട്ടുണ്ട്. കേട്ടോ ബോട്ട് വെക്കനറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ലൂസേണിൽ നിന്ന്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ഫ്ലോറ് സെക്കൻഡ് ക്ലാസ്സുമാണ്. ഡൈനിങ് ഓപ്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്ന് പേ ചെയ്യണം. പക്ഷെ നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു ബോട്ടാട്ടോ, നല്ലൊരു സർവീസ്, നല്ല ക്ലാസ് ആട്ടോ. ഇതാട്ടോ ബോട്ടിൻ്റെ പിൻഭാഗം. ഇത് ശരിക്കും ഒരു ഓപ്പൺ സ്പേസ് ആണ്. മഴ പെയ്യാൻ തുടങ്ങി. ഈ കാണുന്ന കേട്ടോ ലൂസേൺ സിറ്റി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ചാപ്പൽ ബ്രിഡ്ജൊക്കെ വരുന്നത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റാണ് ചാപ്പൽ ബ്രിഡ്ജ് വരുന്നത്. ഞാൻ എനിക്ക് കാണിച്ചു തരാം ബോട്ടിൻ്റെ സൈഡിൽ പോയിട്ട്. ഇത് 2 മണിക്കൂറുള്ളൊരു ബോട്ട് ക്രൂസാട്ടോ, ലൈറ്റ് ക്രൂസാണല്ലോ. അത് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അവർ പറഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് തിരിച്ചു വരും. കണ്ടോ ചാപ്പൽ ബ്രിഡ്ജിൻ്റെ ആ ഇത് കണ്ടായിരുന്നോ? ഇത് ഈ ബ്രിഡ്ജിൻ്റെ നേരെ അപ്പുറത്താട്ടോ ചാപ്പൽ ബ്രിഡ്ജ്. കണ്ടല്ലേ? മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ബോട്ടിൻ്റെ തെറ്റൊക്കെ വെച്ച് പതുക്കെ ചെട്ടിയിൽ നകർന്ന് പോകുന്ന ബോട്ടാണ്. ഒരു കെട്ടൊക്കെ വെച്ചേക്കാണ്. ലൂസേൺ നഗരത്തെ പിന്നിലാക്കിക്കൊണ്ട് ബോട്ട് പിന്നിലേക്ക് പോകുന്നു. ബോട്ട് വളക്കാൻ പോകാട്ടോ, അതാ പിന്നിലേക്ക് പോകുന്നത്.
ലേക്ക് ലൂസേണിലുള്ള ഈ ഒരു 2 മണിക്കൂറുള്ള ക്രൂസ് സ്വിസ് ട്രാവൽ പാസ് ഉള്ളവർക്ക് ഫ്രീ ആണ്. അപ്പോൾ അത് ഹൈലി റെക്കമെൻഡബിൾ ആണ്. നിങ്ങൾ ആരെങ്കിലും ലൂസേണിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുക്കണം കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മൗണ്ട് ഇറ്റ്ലിസിലേക്ക് പോവുകയാണ്. മൗണ്ടൻ എക്സ്കർഷനാണ്. നല്ല മഴയായിട്ട് രാവിലെ തന്നെ, അടിപൊളി സീൻ. മഴയത്ത് ഓർഡറിങ്, മഴ പ്രതീക്ഷിച്ച്, നല്ല തണുപ്പ് പ്രതീക്ഷ ഇറങ്ങിയതാണ്. പക്ഷേ തണുപ്പിനേലുപരി തണുപ്പ് കുറവാ, മഴയാണ്, നല്ല മഴയാണ്. വീഡിയോസ് ഞാൻ എടുത്തു തരാം കേട്ടോ. അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം. ഓടട്ടെ. നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് ലൂസേണിൽ താമസിച്ചുകൊണ്ടിരുന്നിട്ട് നേരെ എയിഞ്ചൽബർഗിലേക്ക് പോവാണ്. മൗണ്ട് ഇറ്റ്ലിസ് മൗണ്ടൻ എക്സ്കർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എയിഞ്ചൽബർഗിൽ നിന്ന് ആണ് എന്താ പറയുക, നമ്മുടെ 360 ഡിഗ്രി കറങ്ങുന്ന ഒരു റൊട്ടയറിൽ കയറിയിട്ട്, കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയിഞ്ചൽബർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്വിറ്റ്സർലാൻഡിലെ ഈ എയിഞ്ചൽബർഗിലേക്കുള്ള ട്രെയിനിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തോന്നി കേട്ടോ. ഇതുണ്ടോ, കുട്ടികൾക്കുള്ള കാർട്ടൂൺ ബുക്സാണ് ഇത്. കണക്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, വയറായിട്ട്. 2 ഉണ്ട് കണ്ടോ, അടിപൊളിയല്ലേ? ഞാനിതിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അടിപൊളിയാണ്. ഇന്ന് രാവിലെ ഭയങ്കര റെയിനി ഡേ കേട്ടോ. ഞാൻ വെതർ നോക്കിയപ്പോൾ ഇന്ന് ഫുള്ള് റെയിനാണ് കാണിക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ കുറച്ച് അൺലക്കി ആയിപ്പോയി. നമുക്ക് റെയിൻ ആയതുകൊണ്ട് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എയിഞ്ചൽബർഗ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ റെയിൻ കാണിക്കുന്നില്ല. അവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് റെയിൻ കാണിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് നല്ല വെതർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ലൂസേൺ നമ്മൾ ഇന്നലെ സിറ്റി അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തതാണ്. ഇന്നലെ രാത്രി നമ്മൾ ഒരു ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോയായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്ന് കണ്ടോ, ഇച്ചിരി ഫോഗി ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? മലകളൊക്കെ കണ്ടോ, കുറച്ച് ഫോഗി അല്ലേ? അപ്പോൾ ആ ഒരു ഫോഗിയും കൂടി ഇല്ലായിരുന്നു വെച്ചെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂസൊക്കെ നമുക്ക് കിട്ടിയാൽ. എനിവേ, നമുക്ക് എപ്പോഴും അങ്ങനെ ഈ ഒരു വിൻ്റർ സമയത്ത് നല്ല വെതർ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊന്ന്. അത് നോക്കി, ആ മലയുടെ മുകളിലേക്ക് നോക്കി, എന്താ ഭംഗി നോക്കി. അതിന് മുകളിൽ കുറേ വീടുകളൊക്കെ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? സൂപ്പറാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. കണ്ണ് അടക്കാൻ പോലും തോന്നുന്നില്ല, അമ്മാതിരി സംഭവമാണ്. ഇത് ഭംഗിയാ നോക്കിയേ. പൊളി. സ്വിറ്റ്സർലാൻഡിലെ എയിഞ്ചൽബർഗിലെ ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ പുറത്തുള്ള വ്യൂസൊക്കെ കാണിച്ചു തരാം. സൈക്കിളൊക്കെ വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. എന്താ വ്യൂ നോക്കിയേ നിങ്ങൾ, എന്താ ഭംഗി നോക്കിയേ. അടിപൊളിയല്ലേ? ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ അവരുടെ വില്ലേജസ് ആട്ടോ. അടിപൊളിയാണ്. ജസ്റ്റ് അപ്പുറത്തുനിന്ന് സീൻ നമ്മൾ കണ്ടതല്ലേ, ഒരു ടണൽ കയറി ഇറങ്ങിയപ്പോൾ കാണുന്ന സീനാട്ടോ. എന്തല്ലേ പൊളി. എൻ്റെ പൊന്ന മൗണ്ടൈനൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയാ നോക്കിയേ. സൂപ്പർ കേട്ടാ. നൈസ്. ജസ്റ്റ് ഒരു ടണൽ കയറി ഇറങ്ങിയതാണ്. എനിക്ക് തോന്നിയായിരുന്നു, കാരണം ചെവി അടയുന്നുണ്ടായിരുന്നു. അപ്പം മുകളിലേക്ക് കയറി പോകാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇത്രയും ഒരു ഭയങ്കര ഒരു ചേഞ്ചിലേക്കാണ് നമ്മൾ മാറുന്നതെന്ന് വിചാരിച്ചില്ല കേട്ടോ. അമേസിങ്. ഇത് ഭംഗിയാലേ. നമ്മൾ എയിഞ്ചൽബർഗിൽ വന്നിറങ്ങിയിട്ട്
ടിറ്റ്ലിസിലെ ബേസ് ക്യാമ്പിലേക്ക് ഉള്ള ബസ്സിലാട്ടോ. ഇത് ഫ്രീ ഷട്ടിലാട്ടോ. അതെ, ടിറ്റ്ലിസിൻ്റെ ബേസിലെ കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. ഇത് ഫ്രീ ഷട്ടിലാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോകും. സ്കീയിങ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ അവരുടെ എക്യുപ്മെൻ്റൊക്കെ ആയിട്ട് സെറ്റായിട്ട് പോകണമുണ്ടോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ലുസൈനിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മഴ ഉണ്ടായിരുന്നു, ഇപ്പോഴും മഴയുണ്ട്.